ഹലോ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തെയ്യത്തിൻ്റെ വ്ളോഗാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് തെയ്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ നാട്ടിൽ, ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ സ്വന്തം വീട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ കാണിച്ചത് ഞങ്ങളെ വീട്, അച്ഛൻ്റെ വീടില്ലേ, അമ്മേനെ കല്യാണമൊക്കെ കഴിച്ചു കൊണ്ടുവന്നേ ആ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഫസ്റ്റ് അവിടെ കാവിൽ പോവും, അവിടെ നിന്ന് തെറയാണ്. അപ്പോൾ തെറയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മാസമല്ല, കുറച്ച് ദിവസമായി. ഓരോ വീഡിയോസ് പെൻഡിങ് ഉള്ളത് ആദ്യം എഡിറ്റ് ചെയ്തിടുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് തലശ്ശേരിക്കാർക്ക് അറിയുകയാണെങ്കിൽ, കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാടപ്പിടിയ എന്ന് പറയും, പുന്നോല്, പുന്നോല് എന്ന് പറയുന്ന സ്ഥലത്ത് കൂലോത്ത് എന്ന് പറയുന്ന ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഞങ്ങളവിടെ എത്തുമ്പം തന്നെ ഇവിടെയുള്ള തെറയൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണ് തുടങ്ങുക. രാവിലെ ഒന്നും അധികം തെറകൾ ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളെത്തുമ്പോൾ അവിടെ നാഗത്തിൻ്റെ ഭഗവതി കെട്ടിയാടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉച്ച സമയത്ത് ഫുഡൊക്കെ കഴിക്കുന്ന സമയമായതുകൊണ്ട് ആൾ കുറവായിരുന്നു. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഊട്ടുപുരയിൽ അങ്ങനെ ആയിരുന്നുള്ളത്. പിന്നെ ഈ സ്ഥലമായിട്ട് ജനിച്ചു വളർന്ന നാടായതുകൊണ്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള സ്ഥലമാണ്. ഞാൻ ഓടിക്കളിച്ച സ്ഥലമാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുറ്റമെല്ലാം. അത്രയും നമ്മൾ ഈ സംക്രമത്തിനൊക്കെ ഉച്ചയ്ക്ക് പായസം കിട്ടും അമ്പലത്തിൽ നിന്ന്. അപ്പോൾ ഖജന പൊട്ടുന്ന കേൾക്കാൻ കാത്തു നിൽക്കും, ഇന്ന് പായസം ഉണ്ടോ, ഓടി വരും. അത്ര അടുത്താണ്. ഭയങ്കര എന്താ പറയുക, നാടിനെ കൊണ്ട് പറയുമ്പോൾ ഞാനിപ്പം നിൽക്കുന്ന നാടിനും കല്യാണം കഴിച്ചു പോയ നാട്ടിനെക്കാട്ടും എനിക്ക് അടുപ്പമുള്ള സ്ഥലമാണിത്. കാരണം ഒരു 10-20 വർഷം ഞാൻ വളർന്ന സ്ഥലമാണ്. അപ്പോൾ നാട്ടുകാരെയും എല്ലാം എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ് ഇവിടെയുള്ള. പിന്നെ കുറേ ഓർമ്മകളുണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാ വീഡിയോയിലും തെയ്യം കാണിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ കാണിക്കുന്നത്, കുറച്ച് പേർക്ക് തെയ്യം കാണാൻ ഇഷ്ടമുണ്ടാകും. നമ്മൾ കണ്ണൂർ, കാസർഗോഡ് അല്ലാണ്ട് പുറത്തുള്ള ജില്ലക്കാർക്ക് തെയ്യം ഒന്നും അധികം കാണാത്ത ആൾക്കാർക്ക് അത് കാണുമ്പോൾ കുറച്ചുകൂടി കാണിക്കായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എന്നോട്. അതുകൊണ്ടാണ് വീഡിയോസിൽ ഞാൻ തെയ്യം കുറച്ച് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇനി നാഗത്തിൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ കുട്ടിച്ചാത്തനില്ലേ, കുട്ടിച്ചാത്തൻ്റെ തറയും കൂടി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ആ ഭാഗം കൂടി ഞാനിതിൽ കാണിച്ചു തരാം. അപ്പോൾ ഇവിടുത്തെ പ്രധാന തെയ്യത്തിൻ്റെ മുടിയാണിത്, ഭഗവതീൻ്റെ മുടിയാണ് ഇപ്പോൾ കാണിച്ചത്. അത് തുടങ്ങാൻ ലേറ്റ് ആകുന്നതുകൊണ്ട് അതിനൊന്നും കാത്തു നിന്നില്ല ഞങ്ങൾ. പിന്നെ അച്ഛൻ്റെ വീടൊന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ മോളെ മുഖം ഇങ്ങനെ എന്താണെന്ന് ചോദിച്ചാൽ ഐസ്ക്രീം കുടിച്ചതാണ് ആൾ. ക്യാമറ ഒന്ന് താഴോട്ട് മുകളിലോട്ടായിപ്പോയി, സോറി. അപ്പോൾ കുന്നിൻ്റെ മുകളിലാണ് അച്ഛൻ്റെ വീട്. അപ്പോൾ വെള്ളം വറ്റുന്ന സമയത്ത് ഈ കുളത്തിൽ വന്നിട്ടാണ് ഞങ്ങൾ അലക്കുക. കണ്ടോ, ഒരുപാട് ഓർമ്മകളുണ്ട്. സ്ഥലം കാണുമ്പം തന്നെ വോയിസ് കൊടുക്കുമ്പോൾ എനിക്കതെല്ലാം ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പം നല്ല കുന്നാണ് അച്ഛൻ്റെ വീട്, വെള്ളമൊക്കെ വറ്റുന്ന സ്ഥലമാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശപിച്ചതും ഈ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ്. കിണറ്റിൽ വെള്ളം വറ്റും. ഈ വെക്കേഷൻ സമയത്ത് ഏപ്രിൽ മെയ് മാസം ഒന്ന് സ്വസ്ഥതയിൽ അമ്മേൻ്റെ വീട്ടിൽ പോയിട്ട് നിൽക്കാനും കൂടി സമ്മതിക്കൂല. അപ്പോൾ ഇതാണ് ഞാൻ വളർന്ന എൻ്റെ അച്ഛൻ്റെ വീട്. ഒരു 10-20 വർഷം ഞാൻ എന്താ പറയുക, എല്ലാ കളിയും കളിച്ച സ്ഥലമാണ്. ഇപ്പം ഇവിടെ ആരുമില്ല. ഇനി ഇത് കുറച്ച് കാലം കൊണ്ട് തന്നെ പുറത്ത് വിറ്റ് പോകും ഈ സ്ഥലമെല്ലാം. അപ്പോൾ ഒരു ഓർമ്മക്ക് എടുത്ത് വെച്ചതാണ്, എപ്പോഴെങ്കിലും കാണാമല്ലോ. ഒരുപാട് ഓർമ്മകളുണ്ട്. അച്ഛൻ്റെ ഓർമ്മകൾ തന്നെ. അച്ഛൻ കൂടെ ഇല്ല, അച്ഛമ്മ, അച്ഛൻ, മൂത്തച്ഛന്മാർ ആരുമില്ല.
എനിക്കും അമ്മക്കും എന്തോ വല്ലാണ്ട് സങ്കടമായി ഇവിടെ എത്തിയപ്പോൾ, ഞങ്ങളെ സന്തോഷവും എല്ലാം. അപ്പോൾ ഈ പണ്ടാരം കിണറാണ് അന്ന് വറ്റുന്ന കിണറാണ്. ഇപ്പോഴും ഇതിൽ വെള്ളം വറ്റുന്ന കിണർ തന്നെയാണ്. ഇപ്പം ആരും ഇതിൽ വലിക്കുന്നൊന്നുമില്ല, ആഴം കാണുന്നില്ല. ക്യാമറ വീണ് പോകുന്നതുകൊണ്ട് ഞാൻ അധികം ഫോക്കസും ചെയ്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രത്തെ തന്നെയുള്ളൂ. ഈ വീടൊന്ന് എനിക്കിതിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. കാരണം ഇതിനിപ്പോൾ പുറത്ത് വിറ്റുപോയാൽ പൊളിക്കുകയൊക്കെ ചെയ്യില്ലേ, ഒരു ഓർമ്മയായിട്ട് ഇതിൽ കിടക്കട്ടെ യൂട്യൂബുള്ള കാലത്തോളം. വേറെ എന്താ പറയുക, വീട് കാണുമ്പോൾ എന്തോ ഭയങ്കര സങ്കടം. നമുക്ക് അങ്ങനെയാണല്ലോ, കളിച്ച് വളർന്ന നാടിനോടായിരിക്കും എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാകുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. തെയ്യത്തിൻ്റെ വ്ളോഗ് ഏകദേശം ഇനി കഴിയാറായി. ഒരു ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ ഇവിടുത്തെ തെയ്യമൊക്കെ കഴിയും. അപ്പോൾ വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.